ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ KSUക്കാർ ശ്രമിച്ചു എന്ന കഥ പൊട്ടിത്തകർന്ന് പാളീസായി പോയിരിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞിരവാദം മുഴക്കി വോട്ട് നേടാനുള്ള ശ്രമമായിരുന്നു CPM നടത്തിയത് എങ്കിൽ അത് അതിഭയാനകമായി അതിശക്തമായി CPMനെതിരെ തന്നെ തിരിച്ചടിക്കുകയാണ് എന്നു തന്നെ വേണം പറയാൻ. ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റിട്ടില്ല എന്ന് പറയുന്നില്ല. അതുണ്ടോ ഇല്ലയോ എന്ന് ചികിത്സയിലൂടെ പൂർണ്ണമായി തെളിയട്ടെ. ഇനി പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭേദമാകട്ടെ. പക്ഷെ KSU പ്രവർത്തകർ വീണ ജോർജിന്റെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കേറ്റത് എന്ന വാദം പച്ചക്കള്ളമാണ്. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്ക് കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഇത്രയും പച്ചയ്ക്ക് നുണ പറയാൻ എങ്ങനെ കഴിയുന്നു എന്നാണ് മലയാളികൾ ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പുറത്തു വന്ന റിപ്പോർട്ട് എന്താണ്? മന്ത്രിക്ക് മർദ്ദനമേറ്റിട്ടില്ല എന്നും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്നാണ് ആ വാർത്ത. അതായത് CPM നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് പോലെ കരിങ്കൊടി കാണിക്കാൻ പാഞ്ഞെടുത്ത KSU സംഘം വീണ ജോർജിനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയോ മർദ്ദിക്കുകയോ കഴുത്തിന് പിടിച്ച് തള്ളുകയോ എന്തെങ്കിലും ആയുധം ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തരമേഖല DIGക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയ വിശദീകരണത്തിൽ പോലീസ് വ്യക്തമായി പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് വീണ ജോർജിന്റെ കഴുത്ത് പിടലി ഉളുക്കിച്ചത് അല്ലെങ്കിൽ പിടലിക്കിട്ട് പണി കൊടുത്തത് KSUക്കാരാണ് എന്ന് CPM നേതാക്കൾ നിരന്തരമായി വാദിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്ന് മാത്രമല്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് പുലർച്ചെ 4 മണിക്ക് രാത്രിക്ക് രാത്രി അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മറവിൽ വീണ ജോർജ് തിരുവനന്തപുരത്തേക്ക് പോയി. ഇനി ആയുർവേദ ചികിത്സയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വീണ ജോർജിന് പരിക്കേറ്റിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി ഉയരുന്നത്. അത് പാർട്ടിക്കാരാണോ, അതോ ഈ പറയുന്ന കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും ഗൺമാനും തന്നെ സഹികെട്ടിട്ട് ചെയ്തു കൂട്ടിയതാണോ? ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പണിതതാണോ? വലിയ ചോദ്യമാണെന്നേ. കാരണം പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു മർദ്ദനമേറ്റിട്ടില്ല, പോലീസിന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന്. അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ മുഴുവനും നോക്കിയിട്ട് RPF പറയുന്നു അങ്ങനെ ഒരു ദൃശ്യം അതിലില്ല. അതായത് KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്ന ഒരു ദൃശ്യവും അതിലില്ല. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ വിഷ്വലുകളിലൊക്കെ പോലീസുകാരും ഗൺമാനും മന്ത്രിയെ പിടിച്ചുലയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു, മന്ത്രി അതിനിടയ്ക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ചിരിച്ചങ്ങ് പോയ മന്ത്രി പെട്ടെന്ന് അങ്ങോട്ട് വീഴുകയാണ്. അതിനുശേഷം മുഖ്യമന്ത്രി വന്ന് കാണുന്നു. അതുപോലെ തന്നെ പഴയ SFI നേതാവായ ഷംസീർ, ഇപ്പോഴത്തെ സ്പീക്കർ, അടുത്ത് വരുന്നു, എന്തൊക്കെയോ പറയുന്നു. അതിനൊക്കെ ശേഷമാണ് ഇതിങ്ങനെ വഷളാകുന്നത്. പക്ഷേ FIR പറയുന്നത് എന്താണ്? കഴുത്തിൽ ആയുധം കൊണ്ട് ആക്രമിച്ചു, വധശ്രമത്തിനാണ് 5 പിള്ളേരെ ജയിലിലിട്ടിരിക്കുന്നത്. പക്ഷേ അതിന് തെളിയിക്കുന്ന, അതിനെ സാധൂകരിക്കുന്ന ഒരൊറ്റ തെളിവ് പോലും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അത് തെളിയിക്കുന്ന ഒരു ദൃശ്യവും ഇപ്പോൾ നോക്കുക. ആ മന്ത്രിക്ക് അടി കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ KSUക്കാരെ ഏതെങ്കിലും തരത്തിൽ മന്ത്രി ഇങ്ങനൊന്ന് കൈകൊണ്ട് തോണ്ടുന്ന വിധത്തിലൊരു ദൃശ്യമുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ മറ്റേ അരുൺകുമാർ ഒരു പട്ടിക്കുഞ്ഞിനെ പോലെയുള്ള കരച്ചിൽ എന്ന് പറഞ്ഞിട്ട് കത്തിച്ചേനെ സാധനം. ഇവിടെ അരുൺകുമാർ തന്നെ ഇന്നലെ പറഞ്ഞു അങ്ങനെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഖേദത്തോടു കൂടി പറയുകയാണ്. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരുന്നിട്ട് അരുൺകുമാർ പറയാണ് അങ്ങനെ മന്ത്രിയെ ആക്രമിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതെന്താ കാരണം അങ്ങനെ പറഞ്ഞത്? മറ്റെല്ലാ ചാനലുകളിലും ദൃശ്യങ്ങൾ പോകുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ട് അരുൺകുമാർ എന്തെങ്കിലും അടിച്ചുവിട്ടാൽ എന്താ സംഭവിക്കുക? അയാൾ നുണയനാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും, ജനങ്ങൾ പറയും. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ നുണ പറഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണം അരുൺകുമാറൊക്കെ പറഞ്ഞത് ഒരു തരത്തിലും ആക്രമണം ഉണ്ടായിട്ടില്ല മന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ അതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. എന്ന് മാത്രമല്ല, ഞാൻ മറ്റൊരു ദൃശ്യം കൂടി കാണിക്കാം. ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, KSUവിൻ്റെ പിള്ളേർ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലാണ്. കാരണം എന്താണെന്നറിയോ? ഈ വീണ ജോർജിനെ KSUക്കാർ ആക്രമിച്ചു, കോൺഗ്രസ്സുകാർ ആക്രമിച്ചു, VD സതീശൻ്റെ കൊട്ടേഷനാണ്, കൊല്ലാൻ ശ്രമിച്ചു, കഴുത്ത് പിടിച്ചൊടിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് CPMകാരും DYFIക്കാരും ഒക്കെ കേരളത്തിൽ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു.
കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തൊരു KSU നേതാവിന്റെ വീട്ടിലേക്ക് ബോംബേറോ മറ്റും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെമ്പാടും ഈ പുതുയുഗ യാത്രയുടെ ഫ്ലെക്സുകൾ തകർക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ നശിപ്പിക്കുന്നു. ഹാലിളകി നിൽക്കുകയാണ് CPM. കാരണം പുതുയുഗ യാത്രയ്ക്കൊക്കെ വലിയ ജനപിന്തുണയാണ്. CPMന്റെ യാത്ര എവിടെ പോയി എന്തായി എന്നൊന്നും ജനങ്ങൾക്ക് അറിയ പോലുമില്ല. പക്ഷെ പുതുയുഗ യാത്ര ഒരു ട്രെൻഡായി വളർന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് എല്ലായിടത്തും കൂടുന്നത്. അപ്പൊ അത് കണ്ട് സഹികെട്ട CPMകാർ ഈ കോൺഗ്രസിന്റെ പ്രചാരണ സാമഗ്രികളൊക്കെ പലയിടത്തും തകർക്കുക. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസും അതിശക്തമായി ഐക്യത്തോടു കൂടി പ്രതികരിക്കാൻ തുടങ്ങി. ഇപ്പൊ KSRTC ബസ്സുകളിലൊക്കെ മുഖ്യമന്ത്രിയുടെ പടം പൊട്ടിച്ചിട്ടുള്ള PR വർക്ക്, വലിയ പരസ്യങ്ങളൊക്കെ കറുപ്പടിച്ച് കരിയടിച്ച് വിടുകയാണ് കോൺഗ്രസ്സുകാർ. അതുപോലെ തന്നെ കണ്ണൂരിലെ കോൺഗ്രസ് ഓഫീസിന് നേരെ വന്ന CPMകാരെ 5 കോൺഗ്രസ്സുകാർ ചേർന്നിട്ട് വെല്ലുവിളിക്കുന്ന കാഴ്ച കണ്ടു. ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടുന്ന് CPMമാർ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ CPM ഒരു ഇല്ലാത്ത കഥയുടെ പേരിൽ, ഇല്ലാത്ത കഥ എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ കഴുത്തിൽ പരിക്കുണ്ടോ വേദനയുണ്ടോ എന്നുള്ളതല്ല വിഷയം, അത് KSUക്കാർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതാണോ എന്നുള്ളതാണ് വിഷയം. അപ്പം അങ്ങനെ KSUക്കാർ കഴുത്ത് പിടിച്ചൊടിക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്ന നിലയിലൊക്കെ പ്രചാരണം നടത്തി ആവേശം ആളിക്കത്തിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്തിയത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് കരുത്താർജിക്കാനുള്ള ഒരു അവസരമായി, ഒരു വലിയ വെല്ലുവിളി മുന്നിലുണ്ട്, അതിനെ അതിജീവിക്കണമെന്ന് ചിന്തിച്ച് തിരിച്ചടിക്കാനുള്ള ഒരു അവസരമായി മാറിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല KSUക്കാരൻ്റെ കരിങ്കൊടിയാണ് മന്ത്രിയുടെ കഴുത്തിലിടിച്ചത് എന്ന് പറഞ്ഞ് CPM പ്രചരിപ്പിച്ച ദൃശ്യവും പൊളിഞ്ഞു. അത് ഈ പറയുന്ന ഗൺമാൻ്റെ കറുത്ത ഷർട്ടായിരുന്നു, അതും അവിടെ പൊളിഞ്ഞു. എന്ന് മാത്രമല്ല ഇപ്പോൾ പല CPM നേതാക്കളും ചാനൽ ചർച്ചയിലൊക്കെ ചോദിക്കുന്നത് വീഡിയോ ഇല്ലാത്തിടത്ത് വെച്ച് ആക്രമിക്കാൻ വേണ്ടി കൊട്ടേഷൻ സംഘമാണ് ആക്രമണം നടത്തുന്നത്. ഏത് കൊട്ടേഷൻ സംഘം? TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നതുപോലത്തുള്ള കൊട്ടേഷൻ സംഘമാണ് CPM ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം വലിയ കൊട്ടേഷൻ സംഘങ്ങളുമായി കോൺഗ്രസിന് ബന്ധമുള്ളതായി എവിടെയും തെളിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ വെറുതെ ഇരുന്നങ്ങ് അടിച്ചു വിടുകയാണ്. ഇപ്പോൾ നോക്കുക, ക്യാമറകൾ ഇല്ലാത്തിടത്തേക്ക് മാറ്റിക്കൊണ്ടുപോയി ആക്രമണം നടത്തിയതാണ് എന്ന നിലയിലേക്കൊക്കെയുള്ള പ്രചാരണങ്ങൾക്ക് മറുപടിയായി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ തന്നെയുണ്ട്. കാരണം അവിടെ സദാസമയവും പ്രവർത്തിക്കുന്ന CCTV റെയിൽവേ പോലീസ് അരിച്ചു പെറുക്കി നോക്കിയിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അതിൽ കിട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല വീണ ജോർജ് പോകുന്നിടം തൊട്ട്, അതായത് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്നിടം തൊട്ട് അവിടെ നിന്ന് ആ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി വീൽ ചെയറിൽ ആശുപത്രിയിലേക്ക് പോകുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിലൊന്നും വീണ ജോർജിനെ ഏതെങ്കിലും തരത്തിൽ KSUക്കാരൻ ഇടിക്കുന്നതോ പിടിക്കുന്നതോ ആയിട്ടുള്ള ഒരു ദൃശ്യങ്ങളുമില്ല. പകരം നമ്മൾ കാണുന്നത് പോലീസുകാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് മന്ത്രിയെ ഉലയ്ക്കുന്നതായിട്ടാണ്. ചിലപ്പോൾ അതിനിടയ്ക്കായിരിക്കാം അവർക്ക് കഴുത്തിന് പരിക്ക് പറ്റിയത്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന് ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ, അവരുടെ അസുഖം വേഗം ഭേദമാകട്ടെ, ആയുർവേദ ചികിത്സയിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യം അവർക്ക് കിട്ടട്ടെ. കാരണം ആരോഗ്യമന്ത്രിയാണല്ലോ. പക്ഷെ അതേസമയം തന്നെ കേരള പൊതുസമൂഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത്രയൊക്കെ സെൻസിറ്റീവായി, ഇത്രയൊക്കെ പ്രൊവോക്ക് ചെയ്ത്, ഇത്രയൊക്കെ വലിയ പ്രചാരണങ്ങളൊക്കെ നടത്തുന്ന CPM ആരോഗ്യവകുപ്പിനുണ്ടായ വീഴ്ചയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് ഈ വീഴ്ചകൾ സമ്മതിക്കാത്തത്? ഈ വീഴ്ചകളിൽ ഒരു തിരുത്തൽ ഉണ്ടാകാത്തത് എന്താണ്? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും എവിടെ നിന്നും ഉത്തരമില്ല. ഇനി ഈ സംഘർഷം ആളിക്കത്തിച്ചടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കളമൊരുക്കി ആരോഗ്യമന്ത്രിക്ക് ഒരു ഇരവാദമൊക്കെ കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ചെടുക്കാനായിരുന്നു CPM ശ്രമിച്ചതെങ്കിൽ അതിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഈ സംഭവം വീണ ജോർജിന് ആ കഴുത്ത് പിടലി ഉളുക്കിയതിനേക്കാൾ വലിയ പ്രഹരമായി മാറും. ജനങ്ങൾ ആ നിലയ്ക്കാണ് ഇപ്പോൾ വീണ ജോർജിനുമായി ബന്ധപ്പെട്ട വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാം. മറുനാടൻ മലയാളി എന്നൊരു ഓൺലൈൻ സ്പേസിൽ ഈ വിഷയം എങ്ങനെ ആളിക്കത്തി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി വീണ ജോർജ് വിഷയത്തിൽ വീണ ജോർജിനെതിരെ നിരന്തരമായി വീഡിയോ ചെയ്യുന്നു. ഒരു ആത്മാർത്ഥതയുള്ള CPMകാരനാണെങ്കിൽ ആ വീഡിയോ മുഴുവൻ കണ്ടാൽ പോയി തൂങ്ങിച്ചാവും. അതിന് പറച്ചിലാണ് പറയുന്നത്. പക്ഷെ അതിനൊക്കെ വലിയ റീച്ചും പിന്തുണയുമാണ് കേരള സമൂഹം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വീണ ജോർജിനെതിരായിട്ടൊരു വലിയ വികാരം ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ വീണ ജോർജിനുണ്ടായിട്ടുള്ള ഏറ്റവും കനത്ത പ്രഹരം, ഏറ്റവും വലിയ പ്രഹരം. അതടുത്ത തെരഞ്ഞെടുപ്പിലും വീണ ജോർജിനെ വേട്ടയാടും. വലിയ തിരിച്ചടിയായി അത് മാറുകയും ചെയ്യും. ആ ഒരു കഴുത്തുവേദന അല്ലെങ്കിൽ പിടലി അസുഖം എന്നുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ഭയാനകമായിരിക്കും, ഇമ്പാക്റ്റ് ഉള്ളതായിരിക്കും ഇതിന്മേൽ ചുറ്റിപ്പറ്റി ഉണ്ടാകാൻ പോകുന്ന തുടർ സംഭവങ്ങൾ.